ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ബെറ്റർ ദാൻ വേജസ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന സറൗണ്ടിങ്സിലുള്ള വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വെൽക്കം ടു my video. Hi friends, profit is better than wages. ലാഭം ശമ്പളത്തേക്കാൾ മഹത്തരമാണ്. ഇതൊരു ആപ്തവാക്യമാണ്. ബിസിനസ് ചെയ്യുന്നവരെ അതിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രചോദനം നൽകാൻ പര്യാപ്തമായ ഒന്നാണ് ഈ വാചകം. ഇതൊരു പക്ഷേ തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര സന്തോഷകരമായ ഒരു വാചകമായിരിക്കില്ല. പക്ഷേ ബിസിനസ് ചെയ്യാനും സ്വന്തമായിട്ട് നിലനിൽക്കാനും ഫ്രീഡം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോഫിറ്റ് ഈസ് ബെറ്റർ ദാൻ വേജസ്. ലാഭം ശമ്പളത്തേക്കാൾ മഹത്തരമാണ്. അപ്പോൾ ലാഭമാണ് ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത്, സ്ഥിരമായ ശമ്പളമല്ല. ഇപ്പോൾ ലാഭത്തിനോട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എല്ലാവരും പറയുന്നത് അത് റിസ്ക് ഉണ്ട് എന്നാണ്. ബിസിനസ് റിസ്ക്കാണ്, ജോലിക്ക് പോയാൽ റിസ്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ റിസ്ക് എടുക്കാൻ ആരെങ്കിലും തയ്യാറായെങ്കിൽ മാത്രമേ ശമ്പളത്തിന് ജോലി ചെയ്യാനായിട്ടൊരു തൊഴിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ആരെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ഒന്നുകിൽ കമ്പനികൾ, അല്ലെങ്കിൽ ആരാണ്, ഗവൺമെൻറ് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം. പക്ഷേ ഗവൺമെൻറ്റിന് എല്ലാവർക്കും തൊഴിൽ നൽകാൻ പറ്റില്ല. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള മനുഷ്യർ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലുമാണ് ഭൂരിഭാഗം ആൾക്കാരും തൊഴിൽ എടുക്കുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ പൊതുജനം തയ്യാറാകണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് റിസ്ക്കും ലാഭവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ്. ആദ്യം പറഞ്ഞു ലാഭം ശമ്പളത്തേക്കാൾ മഹത്തരമാണ്. പക്ഷേ ലാഭം കമ്പനിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമാണ് കിട്ടുന്നത്. ബിസിനസ്സിന് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത്, ലാഭം ഒരാൾ റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ് ലാഭം. അപ്പോൾ അങ്ങനെയാണ് റിസ്ക്കും ലാഭവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. വളരെ അഭേദ്യമായ ഒരു ബന്ധമാണ് ഇവിടെ ഉള്ളത്. റിസ്ക് എടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് ലാഭം. അതേസമയം ശമ്പളം, കൂലി, തൊഴിൽ, ഇതൊക്കെ എന്ന് പറയുന്നത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ ബിസിനസ്സിൻ്റെ റിസ്ക് അവരെടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം അവർ ചെയ്യേണ്ടത് അവരുടെ സമയം, അവരുടെ അധ്വാനം, അവരുടെ കഴിവ്, അവരുടെ അറിവ് എന്നിവ ഈ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ഈ ഭൂമിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. ഒരു ഉദാഹരണം പറയണമെങ്കിൽ പരമാവധി നമ്മളൊരു 80 വയസ്സ് വരെയൊക്കെ ജീവിച്ച് എന്ന് വിചാരിക്കുക. നമുക്ക് തന്നെ അറിയാം, സ്റ്റേറ്റിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് 55 വയസ്സാകുമ്പോൾ തന്നെ ഒരാൾക്ക് തൊഴിൽ ഇടത്തിൽ ഉള്ള ആവശ്യമില്ലാതെ വരും എന്നുള്ളതുകൊണ്ടാണല്ലോ 55 വയസ്സിൽ അവർക്ക് റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അവർക്ക് 60 വയസ്സ് വരെ പോകാം. എന്നാലും 20 വർഷം
വലിയ ഉപയോഗങ്ങളൊന്നും വലിയ കാര്യമായ കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം നമ്മളൊരു 20-25 വയസ്സ് വരെ പഠനത്തിലായിരിക്കും. പരമാവധി എങ്ങനെ പോയാലും ഒരു 20 വയസ്സ് വരെ, ആദ്യത്തെ 20 വയസ്സ് പഠനത്തിലായിരിക്കും. ഏൺ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ 80 വർഷക്കാലത്തിനകത്ത് നമ്മളൊരു 40 വർഷമായിരിക്കും നമുക്ക് തൊഴിലെടുക്കാനായിട്ട് കിട്ടുന്നത്. ഈ 40 വയസ്സിൽ തന്നെ നമുക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം, തൊഴിൽ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാം. അതൊക്കെ ചേർത്ത് നമുക്കൊരു 10 വർഷം എന്തായാലും മാറ്റേണ്ടി വരും. കാരണം തൊഴിൽ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, തൊഴിൽ കിട്ടി അതിനുവേണ്ടി പ്രൊബേഷൻ, ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 30 വർഷം മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്ക് തൊഴിൽ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ തൊഴിലെടുക്കാൻ വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. അത് വലിയ നഷ്ടമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച് മുതൽ മരണം വരെയുള്ള ഒരു കാലഘട്ടം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതിന് പിന്നിലോട്ടും പൂർവ്വജന്മവും മരണാനന്തര ജീവിതവും നമ്മളൊരിക്കലും കാണുകയോ അനുഭവിക്കുകയോ ആ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റെഡി ക്യാഷായിട്ടുള്ളത് ഈ ഒരു ജീവിതം മാത്രമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും കിട്ടുക. ഇത് രണ്ടും പരസ്പര പൂരകമായി ചേർന്ന് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അപ്പോൾ തൊഴിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. തൊഴിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, റിസ്ക് ഫ്രീ ആണ്. നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ ജീവിതത്തിലെ വാല്യുബിളായിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാളും നമ്മളുടെ കൺസിസ്റ്റൻ്റ് വരുമാനത്തെക്കാളും വാല്യുബിളാണ്. നമ്മളെ ജീവിതം എപ്പോഴും റിസ്ക് ഉള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ റിസ്ക് ഇല്ല എന്ന് പറയുമെങ്കിലും ഒരു സ്ഥാപനത്തിൽ മാത്രം ജോലി ചെയ്ത് ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് എപ്പോഴും റിസ്ക്കാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു വരുമാനം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ റിസ്ക് ഇല്ല എന്ന് പറയുന്നത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ലാഭം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകത്തെ ആശ്രയിക്കാൻ പറ്റും. ഒരു സോഴ്സിൽ അല്ലാതെ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആരും നമ്മളെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എംപ്ലോയ്മെൻറ്റിൽ ഒരു തൊഴിൽ മാത്രമേ സാധാരണഗതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ അപ്രൂവൽ വാങ്ങി അത് ആ കമ്പനിക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യാൻ അവർ അനുവദിക്കുള്ളൂ. ഒരിക്കലും മറ്റൊരു പാരലൽ വർക്ക് നമ്മൾ നിയമവിധേയമായി ചെയ്യാൻ അവർ അനുവദിക്കില്ല. അവർക്ക് അറിയാതെ രഹസ്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് മത്സരിച്ച് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിൽ വലിയ തടസ്സമുണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് എംപ്ലോയ്മെൻറ്റും ഒരു റിസ്ക് തന്നെയാണ്. അതേസമയം നമ്മൾ പ്രോഫിറ്റ്, ലാഭത്തെ ആശ്രയിച്ച് കഴിഞ്ഞാൽ റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല രീതിയിൽ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൊന്നാണ് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് താഴ്ച വന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ നമുക്ക് എംപ്ലോയീസിനെ വെക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ നമുക്ക് റിസ്കിനെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ കൊടുക്കേണ്ട സമയത്തെ കുറയ്ക്കാൻ പറ്റില്ല. അത് കള്ള ഒപ്പിട്ട് ചാടുന്നവരുണ്ട്. അതിന് ബദലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഇതുപോലെ കള്ള ഒപ്പിട്ട് ചാടുക, താമസിച്ച് വരിക, നേരത്തെ പോവുക, ലീവ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവ് എടുക്കുക. പക്ഷേ ഇതെല്ലാം നമ്മളെ കരിയറിനെ സാരമായി ബാധിക്കും. എംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടിയ നമ്മുടെ സമ്പാദ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സമയമാണ്. ഒരു കണക്കിന് പറയണേ, ആ സമയം മാത്രമാണ് നമ്മുടെ സമ്പത്ത്. ആ സമയം നാം ആഗ്രഹിക്കുന്ന വിധം വിനിയോഗിക്കാൻ വേണ്ടി മറ്റൊരാളിൽ നിന്നോ ഒരു സംവിധാനത്തിൽ നിന്നോ നമ്മൾ അപേക്ഷ കൊടുത്ത് അപ്രൂവൽ വാങ്ങേണ്ടി വരിക എന്നുള്ളത് നമുക്കൊരു അസറ്റും ഭൂമിയിലില്ല എന്നുള്ളത് എന്തുപോലെയായി മാറും. കാരണം സമയം മാത്രമാണ് നമ്മുടെ സമ്പാദ്യം. ഈ സമയം തീരുമ്പോൾ നമ്മൾ റിട്ടേൺ അടിച്ച് പോകേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് സമയം വിനിയോഗിക്കുന്നതിന് പകരം നമ്മൾ റിസ്ക് എടുക്കുന്നതാണ് നല്ലത്. റിസ്ക് എടുത്തുകൊണ്ട് സമയം ലാഭിക്കുക, സ്വാതന്ത്ര്യം സംരക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അതുപയോഗിച്ച് സമ്പത്ത് സൃഷ്ടിക്കുക, ഉള്ള സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഉള്ള ബന്ധങ്ങളെ നല്ല രീതിയിൽ വികസിപ്പിക്കുക. അതിലൂടെ വളരെ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ തോട്ട്സ്. ഈ തോട്ട്സ് നിങ്ങൾക്ക് ഉചിതമായി തോന്നുകയാണെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. എങ്കിലും ഷോ മീ സം മെഴ്സി, കുറച്ച് കാരുണ്യം കണ്ടുകൊണ്ട് വിമർശനങ്ങളെ ഒന്ന് മയപ്പെടുത്തി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.